ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് വാക്കുകൾ കൊണ്ടും നോക്കുകൾ കൊണ്ടും തനിക്ക് മുന്നിലുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം നവീൻ ഗോപാൽ വർമ്മ ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് വിവാഹമോതിരം അണിയിക്കാൻ പോകുന്നത്. പ്രകാശ, ഞാൻ പറഞ്ഞ കാര്യം നീ തിരക്കിയായിരുന്നോ? തങ്കത്തിന്റെ അടുത്ത് നീ പോയോ? ഞാൻ 1-2 തവണ പോയി കണ്ട് സംസാരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. തങ്കേച്ചി അടുക്കുന്നില്ല. അളിയാ, എന്നെ കാണുമ്പോ തന്നെ ചെകുത്താൻ കുരിശു കണ്ട പോലെയാ. എങ്ങനെയെങ്കിലും വിവരം ഒന്ന് അറിഞ്ഞേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യ്, ഗീതേച്ചിയും കുട്ടി അവിടം വരെ ഒന്ന് പോവാൻ നോക്ക്. ആ, പോവാം. അളിയൻ അവരുടെ മോൾക്ക് വേണ്ടിയായി കഷ്ടപ്പെടുന്നെന്ന് അവര് മനസ്സിലാക്കുന്നില്ലല്ലോ. ആ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ പിന്നെ വിളിക്കാം. ഗോപാലമാമ, ഇതാരെയും മാറിന്ന് വിളിക്കുന്നേ? കച്ചവടൊന്നും ചെയ്യണ്ടേ? അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു മോളെ, അതൊന്ന് പറഞ്ഞു ഏൽപ്പിച്ചതാ. കാശിന്റെ കാര്യാണോ? ഏയ്, വലിയൊരു ജീവിതത്തിന്റെ കാര്യമാണ്. ആരുടെയാ? എനിക്ക് വേണ്ടപ്പെട്ട ഒരു പെങ്കൊച്ചാ, പാവം കൊച്ചാ. ദുബായ് മാമിന്റെ ഈ കഷ്ടപ്പാടിനിടയില് ഇനി ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടും കൂടി തലയിലെടുത്ത് വെക്കണോ? വലിയ വലിയ സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്നവരുണ്ട് മോളെ. അവരൊക്കെ തേങ്ങ ഉടയ്ക്കുമ്പോ നമുക്കൊരു ചിരട്ടെങ്കിലും ഉടയ്ക്കാമല്ലോ. മോളെ, ഉണ്ണിമായേ, തങ്ക എവിടെ? അമ്മ അകത്ത്. ഞാനിവിടെ ഉണ്ട്. ഗോപാലം പോയപ്പം പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തങ്കയുടെ വിശേഷങ്ങളൊക്കെ അറിയണമെന്ന്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അതെന്താ തങ്കേ അങ്ങനെ മുഖം മുറിച്ചൊരു വർത്താനം? നമ്മൾ തമ്മിൽ അതിന്റെ ഒരു ആവശ്യമുണ്ടോ? ആ, വയ്യാത്തോണ്ടായിരിക്കും അല്ലേ? അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. ഗോപാലമാമൻ അവിടെ എത്തിയിട്ട് വിളിച്ചായിരുന്നോ ഗീതേച്ചി? പിന്നെ അവിടെ ചെന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് എന്നെ വിളിക്കലാ. നിത്യേന രാവിലെ ഒരു തവണ വിളിക്കും, പിന്നെ അവന് നേരം കിട്ടൂലെന്നേ. പറക്കല്ലേ. ഉള്ളത് പറയാലോ, ഞാനും അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ പോവില്ല. വെളുത്തുള്ളി ഇരിപ്പുണ്ടോ ഉണ്ണിമായെ? ആ, ഉണ്ട്. എന്നാ ഇത്തിരി തരുവാ. ഗോപാലം വന്നപ്പോഴേ പേരെ നിറച്ച് സാധനങ്ങളായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ വെളുത്തുള്ളി തീർന്നു. അതിനെന്താ, ചേച്ചി വാ. വാ. തങ്കേച്ചി, ആളിയൻ എന്തോ ഒരു കാര്യം ചോദിച്ചിട്ട് തങ്കേച്ചി മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്ത് കാര്യം? അതെ, ഞാനൊരു കാര്യം പറയാം. അളിയൻ സത്യത്തിൽ കൃഷ്ണമോൾക്ക് എന്തോ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാ ശ്രമിക്കുന്നത്. സത്യത്തിൽ അതിനു വേണ്ടിയിട്ടാ ആ ഫോട്ടോ തങ്കേച്ചി കാണിച്ചതും ചോദിച്ചതും. ഉള്ളതുള്ളതുപോലെ തങ്കേച്ചി പറയാമെങ്കിൽ ഞാനത് അതുപോലെ പറയാം. ഇത് സിത്താര മേഡം, ഇവരെ എനിക്കറിയാം. സിത്താര മേഡത്തിന്റെ കൂടെ നിൽക്കുന്നത് തങ്കം തന്നെയല്ലേ? ഈ ഫോട്ടോയുടെ രഹസ്യം എന്താണെന്ന് തങ്ക എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാനിത് കൃഷ്ണയെ കാണിക്കും. ആളിയനത് വേണ്ടതുപോലെ ചെയ്തോളൂ. നിനക്ക് നിന്റെ അളിയനും എന്താ? ഞാനും എന്റെ മോള് സമാധാനമായിട്ട് ജീവിക്കുന്നത് പിടിക്കുന്നില്ലേ? അല്ല തങ്കേച്ചി, വേറൊന്നും വേണ്ട. കൃഷ്ണമോളുടെ അച്ഛൻ ആരാണെന്ന് തങ്കേച്ചി പറഞ്ഞാൽ മതി. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഇനി എന്റെ മുറ്റത്ത് കാല് കുത്തിയാ നിന്റെ കാല് ഞാൻ വെട്ടും. ഗോപാലമാമൻ ഇനി വിളിക്കുമ്പോഴേ ഞങ്ങൾക്ക് അന്വേഷിച്ചു എന്ന് പറയണേ. മേടിക്കുമ്പോ തിരിച്ചോണം തരാട്ടോ. ആയിക്കോട്ടെ. എന്താ അമ്മേ? തങ്കേച്ചിക്ക് വയ്യാത്തല്ലേ, അകത്ത് പോയി കിടന്നോളാം ഞാൻ പറഞ്ഞതാ. അല്ലേ തങ്കേച്ചി? എന്നാ പോട്ടെടി മോളെ. ആ, വാടാ. ചുറ്റിനും കഴുകന്മാര്. എപ്പോഴാ കൊത്തി വലിക്കണ്ടെന്ന് നോക്കി നടക്ക്. എന്താ അമ്മ ഈ പറയുന്നേ? ഒന്നുമില്ല, മോള് പോയിക്കോ. ആരൊക്കെയോ തേടി വരുന്നുണ്ട്.
ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടേ പറ്റൂ. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ സാക്ഷിയാവാൻ പോകുന്നത് വളരെ പ്രത്യേകതകളുള്ളൊരു ചടങ്ങിനാണ്. സാറ് പറഞ്ഞത് സത്യ. ചടങ്ങ് മുടക്കാൻ വേണ്ടി എന്തോ ഒരു ഒരുക്കം അമ്മയുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ വേദിയിലെ മെയിൻ അട്രാക്ഷൻ കളരിക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാമായ നവീൻ ഗോപാൽ വർമ്മയാണ്. നവീൻ, പ്ലീസ് കം. നിർമ്മലേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. വല്ലാത്ത ടെൻഷൻ. അതെല്ലാം സിത്താര മേഡം നോക്കിക്കോളും. നവീനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നേക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളോട് എന്തെന്നില്ലാത്തൊരു ബഹുമാനം എനിക്ക് തോന്നിയിട്ടുള്ളത് നവീൻ ഗോപാൽ വർമ്മ എന്ന ഇദ്ദേഹത്തോട് മാത്രമാണ്. ബിക്കോസ് സ്വന്തം ബിസിനസ്സിൽ ഇയാൾ കാണിക്കുന്ന ഡെഡിക്കേഷൻ, കാര്യങ്ങൾ കണക്കൂട്ടിയെടുക്കാനുള്ള ഇദ്ദേഹത്തിന്റെ മിടുക്ക്, 30-40 വർഷങ്ങൾക്ക് ശേഷം മാത്രം സംഭവിക്കാവുന്ന പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള ബോധം, ഇതെല്ലാം ചേർന്നതാണ് ഈ നവീൻ ഗോപാൽ വർമ്മ. ഇനി നവീന്റെ വധുവിനെ കുറിച്ച്. മിസ് കേരള മത്സരത്തിൽ മികവ് തെളിയിച്ച് പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു. വാക്കുകൾ കൊണ്ടും നോക്കുകൾ കൊണ്ടും തനിക്ക് മുന്നിലുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം. നവീൻ ഗോപാൽ വർമ്മ ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് വിവാഹമോതിരം അണിയിക്കാൻ പോകുന്നത്